ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമാണ്. പക്ഷെ ഓരോ വാർത്ത കാണും തോറും നമുക്കിങ്ങനെ എന്തോന്നറിയാമോ, എന്ത് പറയണമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. കാരണം എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു മോനുണ്ട്, ഒരു മരുമകളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ പിന്നെ പ്രശസ്ത അഭിനേത്രി പ്രിയങ്ക പറഞ്ഞതുപോലെ, പിന്നെ ആൺകുട്ടികൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ബഹുമാനപ്പെട്ട പിന്നെ ഗവൺമെൻറ്റിനോട് പറയുകയാണ്, പാർട്ടി നമ്മളെ പിണറായി സാറിൻ്റെ ആയാലും ആരുടെ ആയാലും ഗവൺമെൻറ്റിനോട് പറയണേ, യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ 2 ബസ് ഇറക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബസ് ഇറക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. മനസ്സിലായില്ലേ? ആ ഒരു തരത്തിലേക്കാണ് മുന്നോട്ട് ഈ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ തെറ്റ് 100-ൽ 50% തെറ്റ് ചെയ്യുന്നവരുമുണ്ട്, 50% തെറ്റ് ചെയ്യാത്തവരുമുണ്ട്. ഇതിപ്പോൾ തെറ്റ് ചെയ്യുന്നവരെക്കാട്ടിയും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് തെറ്റ് ചെയ്യാത്ത ആൺകുട്ടികളാണ്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പെൺകുട്ടികൾ പ്രതികരിക്കണം. പ്രതികരിക്കാത്തടുത്ത് നമ്മൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ കിട്ടിയ ഒരു പ്രതീതിയാണ്. പണ്ടൊക്കെ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾ എന്ത് ഇതിൽ ബന്ധുക്കളുടെ ആയാലും എല്ലാം സഹകരിച്ച് പോണവരുണ്ട്. പക്ഷേ ഇപ്പം കുട്ടികൾക്ക് പരസ്പരം ബന്ധുക്കളെ അറിഞ്ഞുകൂടാ, പരസ്പരം അപ്പുറപ്പുറമുള്ള വീടുകൾ അറിഞ്ഞുകൂടാ. സ്വന്തം വീട്ടിൽ എത്ര മരങ്ങളുണ്ടെന്നോ, എത്ര തെങ്ങുകളുണ്ടെന്നോ, നമ്മളെ മുറിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നോ ഒന്നും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിലാണ് വന്നത്. നമ്മൾ പുറത്തിറങ്ങി നോക്കിയേ, മൊബൈലും വെച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയല. ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ എൻ്റെ കുഞ്ഞോവയും കൊണ്ട്, എൻ്റെ കാശിക്കുട്ടേനെയും കൊണ്ട് ഞാൻ ആരനാട് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ഞാനും എൻ്റെ കുഞ്ചുവിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് മുടിയൊക്കെ വെട്ടിയിട്ട് സൈഡിൽ ബാഗൊക്കെ ഇട്ട്, അതിലൊന്നും ഒരു കുറ്റം എനിക്കില്ല. പക്ഷേ ആ കൊച്ചിൻ്റെ ചെവിയിൽ മൊബൈലിരിക്കുകയാണ്. സത്യം എൻ്റെ കാശുകുട്ടനെ ഇടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണമെന്ന് പറഞ്ഞാൽ അത് എന്തോ ഇങ്ങനെ സംസാരിച്ച് പോകണേ. അവൾ നിർത്തിയില്ല, പക്ഷേ ഞാൻ വണ്ടി നിർത്തി. കാരണം എന്തെന്നറിയാമോ? ഇപ്പം ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഇനിയിപ്പോൾ അവൾ സ്പീഡ് കുറച്ച് വീണ്ടും എന്നെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എനിക്കൊരു കുഞ്ഞുവാവയുണ്ട്, എനിക്ക് വീട്ടിലൊരു മോനും മോളും ഒക്കെ ഉള്ളതാണ്. അതുങ്ങൾക്ക് അമ്മ വേണം. പിന്നെ നമ്മൾ മനുഷ്യർ എപ്പോഴും മരിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ റോഡുകളിലും പിന്നെ ക്യാമറകൾ അടിക്കടി വെക്കണം. കാരണം ഈ മൊബൈൽ ഒരു ചെവിയിൽ മൊബൈൽ. എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു കുട്ടിയാണ് ഇതേപോലെ, കുറച്ച് ദൂരെയുള്ള കുട്ടി മൊബൈലും കയ്യിൽ വെച്ചും കൊണ്ട് അങ്ങ് സംസാരിച്ചുകൊണ്ട് പോണ്. ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ, അത് അടുത്ത വീഡിയോയിൽ പറയാം.